ഇന്ന് നമ്മൾ ഉരുളക്കിഴങ്ങ് വറക്കാനാണ് പോണത് കേട്ടോ. അപ്പോൾ ഇത് വറുത്തത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം മസാലകളൊന്നും വേണ്ട, കുറച്ച് മതി, പെട്ടെന്ന് ഉണ്ടാക്കാം. ഓയിലും കുറച്ച് മതി. മീൻ വറുത്തത് മാറി നിൽക്കും, അത്ര ടേസ്റ്റുള്ള ഉരുളക്കിഴങ്ങ് വറുത്തതാണ്. ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു ഉണങ്ങിയ മിക്സിയുടെ ജാർ എടുക്കുക, വെള്ളം പാടില്ല കേട്ടോ. അതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ചീരകവും 1/2 ടീസ്പൂൺ കുരുമുളകും ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടി, പിന്നെ 3/4 ടീസ്പൂൺ ഉപ്പ്. ഇത്രയും ഇട്ടിട്ട് നന്നായിട്ട് പൊടിക്കുക കേട്ടോ. വെള്ളം ഇല്ലാണ്ടിരിക്കുന്നതാണ് നല്ലത് ജാറിൽ. പിന്നെ നമ്മൾ 2 ഉരുളക്കിഴങ്ങാണ് എടുത്തത് കേട്ടോ. ഒരു 2 വലിപ്പമുള്ള ഉരുളക്കിഴങ്ങായിരുന്നു. അത് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞിട്ട് നമ്മൾ വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഇങ്ങനെ നല്ല വെള്ളം തെളിയുന്ന വരെ അത് വെള്ളത്തിലിട്ട് കഴുകിയെടുത്തിട്ടാണ് ഇപ്പോൾ കൊണ്ടുവച്ചിരിക്കുന്നത്. ഒട്ടും വെള്ളമില്ല കേട്ടോ. അതിലേക്ക് നമ്മൾ ഈ പൊടി മസാല ഇട്ട് കൊടുക്കുക. ഉപ്പൊക്കെ നമ്മുടെ ആവശ്യത്തിന് പാകത്തിനോട് ഇട്ട് കൊടുക്കുക കേട്ടോ. കാശ്മീരി ചില്ലി ഇല്ലെങ്കിൽ മറ്റേ മുളക് പൊടി തന്നെ അത് 1.5 ടീസ്പൂൺ ഇട്ടാൽ മതി. 2 ടീസ്പൂൺ ഇടണ്ട, അപ്പോൾ എരിവ് കൂടും. കാരണം നമ്മൾ കുരുമുളകും കൂടെ ചേർക്കണില്ലേ. ഇങ്ങനെ ഇതെല്ലാം പുരട്ടി വെച്ച് വെള്ളം ഒട്ടും ചേർക്കണ്ട. ആ പുരട്ടി അപ്പം തന്നെ നമുക്കത് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ മതി. അപ്പോൾ ആ വെളിച്ചെണ്ണ ഒഴിച്ചാൽ നമ്മൾ പപ്പടം കൂടെ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്തായാലും പപ്പടം വറുത്ത ആ വെളിച്ചെണ്ണ കാണിക്കില്ലേ, അതുകൊണ്ട് വറുക്കണതും കൂടെ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഇതിൽ നല്ല ചൂടായിട്ടിരിക്കുന്ന എണ്ണയിലേക്ക് മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. അത് അങ്ങനെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ മസാല പുരട്ടി വെച്ച് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക. കണ്ടില്ലേ, കുറച്ച് എണ്ണയുള്ളൂ കേട്ടോ, മുങ്ങിക്കിടക്കുക ഒന്നും വേണ്ട. അതുപോലെ തന്നെ ബാച്ചായിട്ടും വറുത്തെടുക്കണ്ട, എല്ലാം കൂടെ ഒരുമിച്ചിടുക. എത്ര ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിലും പാത്രം കുറച്ച് വലിപ്പമുള്ളതാണെങ്കിൽ നല്ലതാട്ടോ, അപ്പോൾ ഇങ്ങനെ സ്ഥലം ഉണ്ടാവും. പിന്നെ അത് മൂടി വയ്ക്കുക. മീഡിയത്തിൽ കുറച്ചൊന്ന് ഫ്ലെയിം കുറച്ചാൽ മതി കേട്ടോ. എന്നിട്ട് 2 മിനിറ്റ് വയ്ക്കുക. 2 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നിട്ട് നമ്മൾ അടിയിൽ ഉള്ള ഭാഗം മുകളിലേക്കാക്കി തിരിച്ചിടുക. അങ്ങനെ തിരിച്ചും മറിച്ച് എല്ലാതും തിരിച്ചിട്ട് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 2-3 മിനിറ്റ് അങ്ങനെ വെയിറ്റ് ചെയ്യുക. അപ്പോഴേക്കും അതിൻ്റെ അടിഭാഗം മൊരിഞ്ഞിട്ടുണ്ടാവും. കരിയല്ല കേട്ടോ, മൊരിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ കണ്ടില്ലേ, ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ വിടിയിച്ച് നമ്മൾ ഇട്ട് കൊടുക്കുക. അതാണ് പറഞ്ഞത്, കുറച്ച് പരന്ന പാത്രമാണ് നല്ലതെന്ന്. കുണ്ടാണെങ്കിൽ നമുക്ക് കുണ്ടുള്ള പാത്രമാണെങ്കിൽ ഇങ്ങനെ പരത്തി ഇട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എവിടെയൊക്കെയാണ് സ്ഥലമുള്ളതെന്ന് വെച്ചാൽ അവിടേക്കൊക്കെ നീക്കി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത്രയ്ക്കുള്ളൂ. അങ്ങനെ വീണ്ടും ആ ഭാഗം നമുക്ക് മൊരിഞ്ഞത് മനസ്സിലാവുമല്ലോ. അങ്ങനെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. 10 മിനിറ്റ് മതി കേട്ടോ. അതിനുള്ളിൽ ഇത് നന്നായിട്ടായിട്ടുണ്ടാവും. തീ അധികം കരിയാണ്ട് നോക്കിക്കോളാം. തീ കൂട്ടി വയ്ക്കരുത്. ആവശ്യത്തിന് ഒക്കെ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്തിട്ട് വറുത്തെടുക്കുക. ഒട്ടും എണ്ണ കുടിച്ചിട്ടില്ല, കണ്ടില്ലേ, നല്ല ഫ്രൈ ആണിത്. അപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ മതി കേട്ടോ. തിരിച്ചും മറിച്ചിട്ടിട്ട് ഇങ്ങനെ മൊരിഞ്ഞ് കിട്ടണ്ടേ. ആദ്യം മാത്രം 2 മിനിറ്റ് മൂടി വയ്ക്കുക, പിന്നെ തുറന്ന് വെച്ചിട്ടാണ് നമ്മളിത് വറുത്തെടുക്കേണ്ടത് കേട്ടോ. ആ പൊട്ടറ്റോ ഫ്രൈ എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ്. അപ്പോൾ ഇത് എളുപ്പത്തിലല്ലേ, വെറും 4 ഇൻഗ്രീഡിയൻസ് ഉള്ളൂ. ഇത് എല്ലാ എണ്ണയും പോയി, മുളകൊന്നും കരിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ തീയൊക്കെ ശരിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചോളൂ. മുളക് ഒട്ടും കരിഞ്ഞിട്ടില്ല, അല്ല മസാല ഒന്നും കരിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ പൊട്ടറ്റോ ഫ്രൈ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തത്, നമുക്ക് ഇഞ്ചിയോ വെളുത്തുള്ളിയോ ഒന്നും ഇട്ടില്ലെങ്കിലും സൂപ്പറാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു സിമ്പിൾ റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.